അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് പോവാണ്. പോകുന്നത് കുംഭമേള. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സൂപ്പർ സ്ഥലമാണ്. എന്തായാലും യാത്ര സൂപ്പറാവും പ്രതീക്ഷിക്കുന്നു. ഡൽഹി പോയിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ വ്ളോഗായിട്ട് പറയാം. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയാഗ്രാജ്. മിസ്റ്റർ സജിത് യാത്രകൾ മുഴുവൻ ഓരോന്നായിട്ട് കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറിയിരിക്കുകയാണ്. ശോഭാവസ്ഥയാണ്. 2 പേർക്കും കൂടിയിട്ട് ആകട്ടൊരു ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. RAC ആണ്. എവിടെ എങ്ങനെ ഡൽഹി വരെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകും. അത്രേ ഉള്ളൂ. നമ്മളൊരു യാത്ര പോകുമ്പോൾ അവിടെ എത്തിക്കഴിയുന്ന കാഴ്ചകളുടെ അതുപോലെ തന്നെ ഭംഗിയുള്ളതാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് കാണുന്ന പല പല കാഴ്ചകളും. ഒന്ന് കണ്ടു നോക്കൂ. നദിയാണ്, പോസ്റ്റാണ് ഗൈസ്. എന്താവുമെന്ന് അറിയില്ല. വയ്യാണ്ടായി. അങ്ങനെയാണ് പാപം തീരുന്നതെന്നാണ് പറയുക. തുടങ്ങിയിട്ടുള്ളൂ. സീറ്റൊന്നും കൺഫേം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പോയെന്ന് ഇവിടം വരെ എത്തിയെന്ന് നമുക്കറിയില്ല. കിടക്കാനെന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇരിക്കൽ തന്നെയാണ്. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ട്രെയിനിൽ കിട്ടുന്ന ലഞ്ച്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. ഏത് ഒക്കെ ഇവിടെ വരുന്ന ഐറ്റംസ് സാധനങ്ങളാണ്. എന്താണ് പേരക്കായാണ്. ഇതെന്താ തൊട്ട് നോക്കിയേ. സവാള കറി. ആലു സബ്ജി. ഏതാ പനീർ. അത് പനീർ. ദാലാണ്. അത് സ്വീറ്റ്. പപ്പടം. അവിടുത്തെ പപ്പടം എങ്ങനെയാണല്ലേ? ത്രികോണത്തെ പപ്പടമല്ല, വേറെ എന്തോ ആണ്. എന്തായാലും ഒരു വറവ് അല്ലേ? എന്താ റിയലി അമേസിയാണ്. ഓക്കെ ശരി, കഴിച്ചിട്ട് നോക്കാം, പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ട്? അത് നല്ല നമുക്ക് എല്ലാം പറയാം. അപ്പോൾ കേസ് ഞങ്ങൾ ഡൽഹിയിലേക്കാണ് പോണത്. ഡൽഹിയിൽ പോയതിന് ശേഷം അവിടെ നിന്ന് കറങ്ങും. ശേഷമാണ് പ്രയാഗ്രാജ് പ്ലാൻ ഇട്ടേക്കുന്നത്. അവിടെ ഇപ്പോൾ ഡൽഹിയിൽ കുറച്ചൊന്ന് കറങ്ങി വൈകുന്നേരത്തോട് കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പ്രയാഗ്രാജിലേക്ക് തിരിക്കും. നമ്മുടെ ഈ യാത്ര നമ്മൾ ഒരു പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഡൽഹി കഴിഞ്ഞ് പ്രയാഗ്രാജ്, കുംഭമേള, നമ്മൾ അവിടെ സ്നാനം ചെയ്യുന്നതും കാര്യങ്ങളും. അതിനുശേഷം അയോധ്യ ആയിരിക്കും. അതിന് മുന്നേ വാരാണസി ആയിരിക്കും, അയോധ്യ ആയിരിക്കും. ശേഷം നമ്മൾ എത്തണതായിരിക്കും വൃന്ദാവൻ, പിന്നെ ഡൽഹി. അങ്ങനെയാണ് പാർട്ടായിട്ടാണ് പ്ലാൻ. ഈ യാത്രയുടെ ഭംഗി എന്ന് പറയുന്നത് അവിടെ എത്തിയതിന് ശേഷമുള്ള അവിടെ കാഴ്ചകൾ മാത്രമല്ല, നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ജനലിലൂടെയുള്ള ആ കാഴ്ചകളും വളരെ മനോഹരമാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കണ്ട് ആസ്വദിച്ച് വേണം ഒരു യാത്ര പൂർണ്ണമാക്കാൻ.
നല്ലതും പൊട്ടയായിട്ടുള്ളതും എല്ലാ കാഴ്ചകളും അനുഭവങ്ങളും നമ്മൾ സ്വീകരിക്കണം, പഠിക്കണം. ട്രെയിൻ യാത്രയിലെ മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് ഞങ്ങളുടെ സഹയാത്രികരായിട്ടുള്ള ഒരു അമ്മയും അച്ഛനും കൂടിയിട്ടുള്ളത്. ഈ അച്ഛന് കണ്ടു കാണാൻ സാധിക്കില്ല. ആ അമ്മ എത്ര കെയർ ചെയ്തിട്ടാണ് കൊണ്ട് നടക്കുന്നതും ആൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും നമ്മൾ കണ്ടു പഠിക്കേണ്ടതുണ്ട്. മനസ്സ് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പങ്കാളിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തം ചെയ്ത ആൾക്കാർ തന്നെയായിരിക്കണം, അല്ലാണ്ട് ഒരിക്കലും അത് സാധിക്കില്ല. അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ ഉണ്ടാവുന്നത്. ആ അമ്മയുടെ സന്തോഷം ചെയ്തു കൊടുക്കുമ്പോൾ വളരെ ഭംഗിയാണ്. ഇങ്ങനെയുള്ള ചില കാഴ്ചകളാണ് നമുക്കൊരുപാട് സന്തോഷം തരുന്നത്. അതുകൊണ്ടാണ് യാത്രകൾ നമ്മൾ പലതും പഠിപ്പിക്കും എന്ന് പറയുന്നതൊക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്, തലസ്ഥാന നഗരി. റൂമെടുത്ത് തൽക്കാലം ഒന്ന് റെസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. ഏകദേശം എത്ര ദൂരം ഉണ്ടാവും എന്നറിയില്ല, നാളെ തന്നെ അറിയുള്ളൂ. എല്ലാ പ്ലാനുകളും പൊട്ടിയ സ്ഥിതിക്ക് നോക്കണേ. ഇതൊരു പ്രത്യേക തരം ഓട്ടോ സംവിധാനമാണ് കേട്ടോ. ഇവിടെ കാണുന്ന ടാക്സി ആണ്, ലൈറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒപ്പം എല്ലായിടത്തും തന്നെയാണുള്ളത് തോന്നുന്നല്ലേ കൂടുതലും. യെസ്, അപ്പം അങ്ങനെ ഒരു തട്ടിക്കൂട്ട് റൂം എടുത്തിട്ടുണ്ട്. റേറ്റൊക്കെ നല്ല കൂടുതലാണ് പറഞ്ഞേക്കണേ, കണ്ടറിയാം. ചെറിയ റൂമാണ്, ബാത്റൂമും കിടക്കൊക്കെ ആയിട്ട്. അതിന് ഇവർ പറയുന്ന റേറ്റ് തന്നെ 2000 എത്രയോ കൊണ്ട് പറഞ്ഞു. അങ്ങനെ വില പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കണ്ട് വാങ്ങിയിട്ടെങ്കിലും കൂടുതലാണ്. ഇതൊക്കെയാണ് അവിടുത്തെ പുറത്തേക്കുള്ള വ്യൂ. ഡൽഹി നിസാമുദ്ദീൻ ഏരിയയാണ്. എന്തായാലും ഇനി പതുക്കൊന്ന് ഇനി കൂടുതൽ പരിപാടികളില്ല, നല്ല ക്ഷണമുണ്ട്. കിടന്നുറങ്ങാം, നാളെ രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്.